നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അർജൻറ്റീനയ്ക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ വല്ലാതെ വലക്കുന്നൊരു സമയമാണിത്. പ്രഖ്യാപിച്ച സ്ക്വാഡിൽ പലരും പൂർണ്ണ ഫിറ്റല്ല. അങ്ങനെ ഇരിക്കെയാണ് വീണ്ടും ഒരു പരിക്കിൻ്റെ പ്രശ്നം. യെസ്, ലിയാൻഡ്രോ പരേഡസിനും പരിക്ക് പറ്റിയിരിക്കുന്നു. TYC സ്പോർട്സ് കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അതിലവർ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന് 2 സന്നാഹ മത്സരങ്ങളും നഷ്ടമാകും. അർജൻറ്റീനയുടെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരമാകുമ്പോഴേക്കും ഫിറ്റാകുമോ എന്ന് ഉറപ്പില്ല എന്നാണ്. സന്നാഹ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂൺ 7 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഹോണ്ട്രാസിനെതിരെയും ജൂൺ 10 ഐസ്ലൻഡിനെതിരെയുമാണ് അർജൻറ്റീന സന്നാഹ മത്സരങ്ങൾ കളിക്കുന്നത്. അൾജീരിയക്കെതിരെ ജൂൺ 17 പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 അവരുടെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരമുള്ളത്. നാളെ അർജൻറ്റീനയുടെ ട്രെയിനിങ് ക്യാമ്പ് കാൻസസ് സിറ്റിയിൽ ആരംഭിക്കുകയാണ്. ഇന്ന് താരങ്ങൾ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും. അതിനിടക്കാണ് ഇപ്പോൾ ഈ ടെസ്റ്റിൽ നിന്ന് ഇത് മനസ്സിലായിരിക്കുന്നത്. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു എന്ന് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്. ബാഡ് ന്യൂസ്. പരേഡസിന് മസിൽ ഇഞ്ചുറി. അദ്ദേഹത്തിന് വേൾഡ് കപ്പിന് മുമ്പുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് ഉറപ്പായി. ബൊക്ക ജൂനിയേഴ്സിൻ്റെ മിഡ്ഫീൽഡർ ടെസ്റ്റിന് വിധേയനായി. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാംസ്ട്രിങ്ങിന് ഡിസ്കംഫർട്ട് അനുഭവപ്പെട്ടു. അത് ബൊക്ക ജൂനിയേഴ്സ് ടെസ്റ്റ് നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് താരത്തിന് മസിൽ ഇഞ്ചുറി ഉണ്ട് എന്നാണ്. ഇപ്പോൾ ലഭ്യമാകുന്ന ടൈം ലൈൻ അനുസരിച്ച് വേൾഡ് കപ്പിൻ്റെ തുടക്കത്തിൽ, അർജൻറ്റീനയുടെ തുടക്കത്തിലെ മത്സരമാകുമ്പോഴേക്കും ഒരുവിധം ഭേദപ്പെട്ടേക്കാം എന്നാണ്. അതായത് ഉറപ്പില്ല, ബേളി അത് മാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കളി നഷ്ടമാവാനും സാധ്യതയുണ്ടെന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഏതായാലും പല താരങ്ങളും പരിക്കിൻ്റെ പ്രശ്നം. അക്യൂനിയൊക്കെ പരിക്ക് കാരണമാണ് സ്ക്വാഡിൽ നിന്ന് പുറത്തായത്. ഫോയ്ത്ത് പരിക്ക് കാരണമാണ് സ്ക്വാഡിൽ നിന്ന് പുറത്തായത്. അതുപോലെ ഇപ്പോൾ സ്ക്വാഡിലുള്ള പലർക്കും, അതായത് മെയിനായിട്ട് ഡിഫൻസിലേക്ക് എടുത്ത പല താരങ്ങൾക്കും പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിനിടക്കാണിപ്പോൾ ലിയാൻഡ്രോ പരേഡസിന്, മധ്യനിരയിലെ പ്രധാന താരമായി സ്കലോനി ഉപയോഗിക്കാൻ കരുതിയ ലിയാൻഡ്രോ പരേഡസിനും പരിക്ക് പറ്റിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.